ഹലോ ഗായ്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വിഭവം എന്ന് വെച്ചാൽ ചക്ക കൊണ്ട് ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതിലൊരു സബോളം കൂടി വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും കേട്ടോ. ശരിക്കും ചിക്കൻ വറുത്ത് പൊരിച്ച പോലത്തെ ഒരു ടേസ്റ്റ് ആണ് ഇതിന് എനിക്ക് കിട്ടിയത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ചക്ക വിഭവം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ഇതിലത്തെ മെയിൻ സാധനം നമ്മൾ ചക്ക ഉണ്ടോ. അപ്പം നമുക്ക് ചക്കനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇളം ചക്ക ഉണ്ടോ വേണ്ടത്, കൂടുതൽ പഴുക്കാത്തതും മൂക്കാത്തതായിട്ടുള്ള ഒരു ഇളം പച്ച ചക്കയാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ചക്ക പപ്പാനെ കൊണ്ട് അവിടെ നിന്ന് മുറിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ചക്കനെ അതിൻ്റെ നെറ്റ് ഭാഗം കളഞ്ഞതിന് ശേഷം ഇതേപോലത്തെ റൗണ്ട് റൗണ്ട് പീസാക്കിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ കത്തി തീരെ മൂർച്ചയില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഉമ്മ മൽപ്പിടുത്തം നടത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ റൗണ്ട് റൗണ്ട് പീസാക്കിയാൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉമ്മ റൗണ്ട് റൗണ്ട് പീസാക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ നമുക്ക് റൗണ്ട് പീസാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലത്തെ നൗഞ്ഞ് എന്താ ഇതിന് പറയുക, പശ പോലത്തെ സാധനം ഉണ്ടാവില്ലേ, അതൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നല്ല പശയുണ്ട് ഇതിന്. ഓരോന്ന് മുറിക്കും തോറും പശ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അതേപോലെ ഒരു തുണി വെച്ചിട്ട് പിന്നെയും പിന്നെയും തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 8 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ പാത്രത്തിലാണ് കേട്ടോ വേവിച്ചെടുക്കണത്. പിന്നെ ഞാൻ ഈ റൗണ്ട് റൗണ്ടാക്കി അരിഞ്ഞതിൻ്റെ മേലത്തെ തൊലിയോ കാര്യങ്ങളോ ഒന്നും കളഞ്ഞിട്ടില്ല. അത് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഇഡ്ഡലി ചെമ്പ് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചക്കനെ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ബൗളിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം തന്നെ ചിക്കൻ മസാലയുടെ പൗഡറും കൂടിയും ആഡ് ആക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യം മൈദപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനി അടുത്തത് ഇതിലേക്ക് ആവശ്യം കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറും ഞാൻ മൈദപ്പൊടിയുടെ ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് ഞാൻ കുറച്ച് കളർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മുട്ടയാണ് കേട്ടോ ആവശ്യം. ഞാനൊരു മുട്ട ഇതേപോലെ പൊടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. കുറച്ച് പുതിനയുടെ ഇലയും കൂടി ഞാൻ ഇതിലേക്കൊന്ന് അരിഞ്ഞു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനും ഇതിൽ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആ ടേസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറുനാരങ്ങയോ അല്ലെങ്കിൽ തൈരോ ഏതായാലും യൂസ് ചെയ്യാം. ഞാനിവിടെ ചെറുനാരങ്ങ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളൂ കേട്ടോ. ഇനി ഇതിനൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. നന്നായിട്ട് മിക്സ് ആവണ പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ചക്ക വെന്തോന്നൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 5-8 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ചക്ക നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയിൽ വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലത്തെ പുറം ഭാഗത്ത് ആ ചക്കയുടെ മുള്ള് പോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോരും കേട്ടോ. കത്തി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ പുറം ഭാഗത്തുള്ള മുള്ളും കാര്യങ്ങളൊക്കെ കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ ഇത്. ചക്ക ഇത്രയും പെട്ടെന്ന് വേവുമെന്ന് ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതേപോലെ ആവിയിൽ വേവിച്ചാൽ ഇങ്ങനെയും വേവുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ട് ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഭാഗത്തുള്ള സാധനമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിനെ പൊരിച്ചെടുക്കാനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു അത്യാവശ്യം വലുതും എന്നാൽ ഒരു മീഡിയം സൈസ് രീതിയിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ചക്കനെയും ഇതേപോലത്തെ ഒരു മീഡിയം സൈസ് ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാരിനേഷൻ ആവശ്യമായിട്ടുള്ള പേസ്റ്റിലേക്ക് നമുക്ക് ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി.
അപ്പോൾ ചക്കയിൽ നന്നായിട്ട് മസാല പിടിക്കണ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് റെസ്റ്റിനൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു തണ്ട് വേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചക്കയില്ലേ, അതിന് ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ പൊരിക്കണം അതേപോലെ തന്നെ നമുക്കിതിനൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളെ ചക്ക നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ചിക്കൻ കാണുന്ന പോലെ തന്നെ ഉണ്ടല്ലേ, ശരിക്കും ചിക്കൻ്റെ പോലത്തെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഏറെക്കുറെ ചിക്കൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയും 4 മണി പലഹാരമായിട്ടും ഒക്കെ കഴിക്കാം. അപ്പം നിങ്ങളും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബായ്.